പോളണ്ടിൽ തൃശൂർ സ്വദേശിയായ 22കാരൻ മരിച്ച സംഭവത്തിൽ ദുരൂഹതയെന്ന് കുടുംബം. പെരിങ്ങോട്ടുകര ആൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് അവന്റെ അച്ഛനും അമ്മയും മാത്രം ഉണ്ടാവുള്ളൂ എന്നുള്ളതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമ്പിൾ ആണ് ആഷിഖ് രഘു എന്ന 22 വയസ്സുകാരന്റെ ദുരൂഹമായിട്ടുള്ള മരണവും 2 മാസം കഴിഞ്ഞിട്ടും യാതൊരു നടപടി ഇല്ലാതിരുന്നിട്ടും ഒറ്റയ്ക്ക് പോരാടുന്ന അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഈ ഒരു കാര്യവും. ഞാൻ നോക്കിയപ്പോ എന്റെ അക്കൗണ്ടിൽ ഒരു ദിവസം ജസ്റ്റിസ് ഫോർ ആഷിഖ് രഘു എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് ഫോളോ ചെയ്തു. ഞാൻ ജസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ ചോദിച്ചു ഇത് ആരാണ് മാനേജ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ എനിക്ക് വന്ന മറുപടി ഞാൻ അവന്റെ അച്ഛനാണെന്നാ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. സ്വന്തം മകന്റെ മരണത്തിന്റെ ദുരൂഹത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാ പോസിബിൾ വേസും ആ പാവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നു, ഇങ്ങനെ ഇടയ്ക്ക് സ്റ്റോറീസ് ഒക്കെ ഇടുന്നു, ഇതെല്ലാം ഞാൻ കാണാറുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് സഹായിക്കാം. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 22 വയസ്സുകാരനായിട്ടുള്ള ഈ ആഷിഖ് രഘു എന്ന് പറയുന്ന പയ്യൻ പോളണ്ടിൽ വെച്ചിട്ട് ഏപ്രിൽ 1-ാം തീയതി ഈസ്റ്റർ ആഘോഷത്തിന് ശേഷം മരണപ്പെട്ടപ്പോ കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു ഹാർട്ട് അറ്റാക്ക് കാരണം മരണപ്പെട്ടെന്ന് പറഞ്ഞു. വീട്ടുകാരത് വിശ്വസിച്ചു. പക്ഷെ പോസ്റ്റ്മോർട്ടം ചെയ്യാതിരുന്നപ്പോ അതിലൊരു ദുരൂഹത അവർക്ക് തോന്നി. അങ്ങനെ നാട്ടിലെത്തി കഴിഞ്ഞിട്ട് തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ തലയ്ക്ക് ബാക്കിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. മാത്രമല്ല ശരീരത്തിൽ മറ്റ് 5 മുറിവുകളുണ്ട്. അപ്പൊ അതിൽ ദുരൂഹത ഉണ്ട് എന്നുള്ള കാര്യം 100% കൺഫേം ആണ്. പക്ഷെ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു ആൺകുട്ടിയാണല്ലോ, അപ്പൊ ഇത്രയൊക്കെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതൊരു വെറുതെ ഒരു റീല് മാത്രമായിട്ടല്ല, ആ അച്ഛന് നീതി കിട്ടുന്നവരെ ഇതൊരു സീരീസ് ഓഫ് റീൽസ് ആയിട്ട് ഇറക്കാം.